إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, ജഗനിയന്താവായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള തഖ്വയുള്ള വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന, നമുക്ക് അനുഭവപ്പെടാറുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയില്ലാത്ത, തൃപ്തി ലഭിക്കാത്ത ഒരു സാഹചര്യം. ഒരുപാട് സമ്പത്തുണ്ട്, വരുമാനമുണ്ട്, പക്ഷേ ആ സമ്പത്ത് ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല, ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരുപാട് മക്കളുണ്ട്, പക്ഷെ ആ മക്കളിൽ നിന്ന് ലഭിക്കേണ്ട സംതൃപ്തിയും കൺകുളിർമയും സമാധാനവും സന്തോഷവും ലഭിക്കാത്തൊരവസ്ഥ. ഒരുപാട് സമയം ലഭിക്കുന്നുണ്ട്, പക്ഷേ ഒരു നല്ല കാര്യത്തിനും തൻ്റെ സമയം ചെലവഴിക്കാൻ സാധിക്കാത്ത, ഒരു നല്ല കാര്യത്തിനും ഉപകാരപ്പെടാത്ത ഒരു സാഹചര്യം, ഒരു അനുഭവം
പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. വിഭവസമൃദ്ധമായ ആഹാരമുണ്ട്, പക്ഷേ എത്ര കഴിച്ചിട്ടും മനസ്സിന് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അനുഗ്രഹങ്ങളേറെ ഉണ്ടായിട്ടും അതിലൊന്നും സംതൃപ്തിയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആനും പ്രവാചകചര്യകളും പരിശോധിക്കുമ്പോൾ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. ബർക്കത്ത് ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതിൽ സംതൃപ്തിയും സമാധാനവും കൺകുളിർമയും നേടാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. പലപ്പോഴും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അൽ ബറക്കത്തു അന്നുമുവു വസിയാദത്തു ഫിൽ ഖൈർ എന്നാണ്. നമുക്ക് ലഭിക്കുന്ന നന്മകളിൽ വളർച്ചയും വികാസവും ഉണ്ടാകലാണ് ബർക്കത്ത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹു എന്താണോ നമുക്ക് അനുഗ്രഹമായി തന്നത് അതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുന്ന ഒരവസ്ഥ, അതിൽ സമാധാനവും സംതൃപ്തിയും കൺകുളിർമയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇത് പല ആളുകളും ജീവിതത്തിൽ ആസ്വദിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബത്തിന് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ മഹിതമായ ശ്രേഷ്ഠമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട 5 ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ ആദ്യം ചോദിക്കുന്നത് 5 കാര്യങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആരാണ് സന്നദ്ധനായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സദസ്സിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അന യാ റസൂലല്ലാഹ്, താങ്കൾ പഠിപ്പിച്ചു തരുന്ന 5 കാര്യങ്ങളെ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഞാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ് എന്നാണ്. വർള ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് വിധിച്ചതിൽ, അല്ലാഹു നൽകിയതിൽ നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയണമെന്നാണ്. തകുൻ അഗ്നന്നാസ്, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ധന്യതയുള്ളവനായി തീരാൻ നിനക്ക് സാധിക്കുമെന്നതാണ്. അള്ളാഹു തന്നതിൽ, അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയതിൽ സംതൃപ്തി കണ്ടെത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലും ബർക്കത്തുണ്ടാവണമെങ്കിൽ, നമ്മുടെ അനുഗ്രഹങ്ങളിൽ വളർച്ചയും വികാസവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ബർക്കത്ത് ലഭിക്കാനുള്ള ചില മാർഗങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അൽ ഈമാനു വത്തഖ്വ എന്നാണ്. അടിയുറച്ച വിശ്വാസിയാവുക എന്നതാണ്. രണ്ടാമത്തേത് തഖ്വയുള്ളവരാകുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ അടയാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യഥാർത്ഥ വിശ്വാസി ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അൽ മുഅ്മിനൂൻ എന്നാണ്, വിശ്വാസികൾ എന്നാണ്. അതിന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ്. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അവർ സ്വർഗാവകാശികളാണ്. ഇഹത്തിലും പരത്തിലും
വിജയിച്ചവരാണ് അവർ എന്നാണ്. എന്നിട്ട് അവരുടെ അടയാളങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരാണ്, അവർ ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ആളുകളാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ എല്ലാ പ്രവൃത്തിയിൽ നിന്നും, അത് വാക്കുകളിലൂടെയായാലും പ്രവൃത്തികളിലൂടെയാണെങ്കിലും മറ്റേത് മേഖലകളിലൂടെയാണെങ്കിലും എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ് അവർ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, കൃത്യമായി തന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരാണ് എന്ന് തുടങ്ങി അനേകം ശ്രേഷ്ഠതകൾ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ വിജയിച്ച വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കുമെന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അല്ലാഹു പറയണം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ രക്ഷിതാവ്, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും പറയുകയും പിന്നീട് അതിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, വ്യതിചലിക്കാതെ ആ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ട, അവർ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ്. ഇഹത്തിലും പരത്തിലും അവർക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. വലാഹും യഹ്സനൂൻ, അവർ ഒരു സ്ഥലത്തും ദുഃഖിക്കേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗാവകാശികളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ്. നിത്യവാസികളായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുള്ള, മലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ സങ്കല്പത്തിലും ഭാവനയിലും ഇന്ന് വരെ കടന്നു വന്നിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും അനുഭൂതികളും ആസ്വാദനങ്ങളുമുള്ള സ്വർഗാവകാശികൾ ആരാണ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും സുമ്മസ്തഖാമു, ഏതവസ്ഥയിലും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന്, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഐഹിക ജീവിതത്തിലും ഇഹത്തിലും പരത്തിലും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു. വിശ്വാസികളാണോ? നമ്മുടെ കാൽപാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. ഇഹത്തിലും പരത്തിലും നമുക്ക് ഉറച്ച നിലപാടുള്ളവരാകാൻ സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരിക്കലും നമ്മൾ അവിശ്വാസികളായി തീരരുത്, വിശ്വാസത്തെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകരുത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, വമൻ യക്ഫുർ ബിൽ ഈമാനി, ആരെങ്കിലും വിശ്വാസത്തെ, സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്നുവെങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും. ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കാതെ പോകും. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇഹത്തിലും പരത്തിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി തീരണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ ഗ്രാമവാസികൾ, ആ നാടുകളിലുള്ള ആളുകൾ, ആമനു, അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർ സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ,
റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു അവർക്ക് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു, തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വലകിൻ കദ്ദബൂ, പക്ഷേ ആ ജനത, ആ സമൂഹം, ആ ഗ്രാമവാസികൾ അവർ കദ്ദബൂ, അല്ലാഹുവിനെ കളവാക്കി നിഷേധിച്ചു തള്ളി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി എന്നും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ സമൂഹത്തിന്, ആ ജനതയ്ക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തടയാനുള്ള കാരണം, ബർക്കത്ത് തടഞ്ഞു വെക്കാനുള്ള കാരണം എന്താണ്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, അവർ വിശ്വസിച്ചില്ല എന്നതാണ്. വിശ്വസിച്ചിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്ത്, അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസിയാണ് എന്ന് നമ്മുടെ വാക്കുകളിലൂടെ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്ത് അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമതായി ഇസ്ലാം പഠിപ്പിച്ചത് വത്തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകുമെന്നാണ്. ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, യജ്അൽ ലഹു മഖ്റജ, അവൻ അള്ളാഹു ഒരു വഴി ഒരുക്കി കൊടുക്കുമെന്നാണ്. മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത, കണക്കാക്കാത്ത രൂപത്തിൽ അല്ലാഹു അവനെ റിസ്ക് നൽകുമെന്നാണ്, ഉപജീവനം നൽകുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണം. യഥാർത്ഥ അടിയുറച്ച വിശ്വാസികളായി തീരാൻ കഴിയണം. ഒരു സാഹചര്യത്തിലും വിശ്വാസത്തിലേക്ക് മായം കലരുന്ന, ശിർക്ക് കടന്നുകൂടുന്ന, അവിശ്വാസം കലരുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതിനുവേണ്ടി ഏകനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. റബ്ബന, അല്ലാഹുവേ, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുത് എന്ന പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ മതത്തെ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു തന്നിട്ടുണ്ട്. അത് നിലനിൽക്കാൻ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ മനസ്സിനെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമെന്ന പ്രാർത്ഥന അധികരിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസിയാകാൻ, മുത്തഖിയാകാൻ നമുക്ക് സാധിച്ചാൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അല്ലാഹു നമുക്ക് എല്ലാ രൂപത്തിലും ബർക്കത്ത് തുറന്നു തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കാൻ. യഥാർത്ഥ വിശ്വാസിയായാൽ, ഒരു മുത്തഖിയാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഇസ്ലാം പഠിപ്പിച്ചത് മതത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. മതത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമെന്നാണ്. നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളിൽ ഒരു പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി നമ്മളെല്ലാവരും വായിക്കുകയും അതിന് അഭിപ്രായം പറയുകയും ആ വാർത്ത കേട്ടവരുമാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും
നമ്മുടെ മതത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും വിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയണം എന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, തങ്ങളുടെ മുഖമക്കനകൾ, മൂടുപടങ്ങൾ തങ്ങളുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടാൻ പറയണമെന്നാണ്. അത് ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് ദീനനുസരിച്ച് അവർക്ക് നമസ്കരിക്കാനും അവർക്ക് വിശ്വാസം അനുസരിച്ച് വിദ്യാഭ്യാസം നേടാനും സാധിക്കുന്ന, അതിനനുവാദം നൽകുന്ന മാനേജ്മെന്റുകളുള്ള സ്ഥാപനങ്ങളെ ആയിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, എന്നാണ്. ആ മാർഗത്തിൽ, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന, നേരെ നിലകൊള്ളുകയാണെങ്കിൽ അവർക്ക് നാം ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുമെന്നാണ്. വെള്ളം കുടിക്കാൻ തരുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അനേകം സ്ഥലങ്ങളിൽ വെള്ളത്തെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. ഓരോ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാകാൻ ആദ്യമായി മനുഷ്യനോട് അള്ളാഹു ചിന്തിക്കാൻ പറയുന്നുണ്ട്. മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്, ചിന്തിച്ചു നോക്കട്ടെ എന്നാണ്. പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ എല്ലാ വിഭവങ്ങളും അള്ളാഹു ഇവിടെ സംവിധാനിച്ചതിന്റെ തുടക്കം എവിടെ നിന്നാണ്? ആകാശത്ത് നിന്ന് വെള്ളം ഒരു ചൊരിയൽ ചൊരിഞ്ഞു എന്നാണ്. അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. അത് മുടങ്ങിയാൽ, അത് നഷ്ടപ്പെട്ടാൽ, അത് അള്ളാഹു നിർത്തിവെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല എന്നത് നമുക്കറിയാം. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ മതത്തിൽ, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന, നേരെ നിലകൊള്ളുന്ന ആളുകൾക്ക് അള്ളാഹു ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുമെന്ന് അള്ളാഹുവിന്റെ ബർക്കത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതത്തിൽ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി, തഖ്വയുള്ളവനായി ജീവിക്കാനും ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാനും കഴിയണം. അത് നമ്മുടെ വിശ്വാസത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം പ്രകടമാകണം. വാക്കുകൊണ്ട് മുഹമ്മദ് എന്ന് പേരിട്ട് ഞാൻ മുഹമ്മദാണ്, ഇസ്ലാമാണ് എന്ന് പറയുകയില്ല. നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഇസ്ലാമാകണം, നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകണം, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ ഏറ്റവും നല്ല വിശ്വാസിയാകണം. ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല അഹ്സനുഹും ഖുലുഖാ എന്നാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂല്യവത്തായ ഉപദേശങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയും ബർക്കത്തും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഖൈറും ബർക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്.
ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളും പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് അൽ ഇസ്തിഗ്ഫാറു വത്തൗബ. പാപമോചനം തേടുക, തൗബ ചെയ്യുക. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ അനേകം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ അനേകം തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. അത് പൊറുക്കലിനെ ചോദിക്കൽ വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ട രീതിയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ, തെറ്റുകളെ, കുറ്റങ്ങളെ അള്ളാഹുവിനോട് പാപമോചനം തേടാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അത് നമുക്ക് ബർക്കത്ത് ലഭിക്കാൻ കാരണമാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ മാത്രം പാപമോചനത്തിന് ധൃതി കൂട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മരണത്തിന്റെ മുമ്പ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ അല്ലാഹു അത് സ്വീകരിക്കുമെന്നാണ്. ശിർക്കിൽ ഒരാള് മരണപ്പെട്ടാൽ അവന്റെ പാപങ്ങൾ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ അവൻ മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് അവന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്സറിഞ്ഞ് അവനൊരു മടക്കത്തിന് തയ്യാറായാൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നതാണ്. ചില ആൾക്കാർക്ക് ഒരു ആശങ്ക ഉണ്ട്, ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അനേകം അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, മോശത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്, പടച്ചോ എനിക്കൊക്കെ പുറത്തു തരുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ചത് സ്വന്തത്തോട് അക്രമം ചെയ്ത, തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്നാണ്. അങ്ങനെ അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ പൊറുക്കലിനെ ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം രാപ്പകലുകളില്ലാതെ തന്റെ സമൂഹത്തെ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ, രാപ്പകലുകളില്ലാതെ പടച്ച റബ്ബേ ഞാൻ അവരെ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഫലം യസിദുഹും ഇല്ലാ ദുആഇ ഇല്ലാ ഫിറാറാ, എന്റെ ക്ഷണം അവരെ കൂടുതൽ അകറ്റിക്കൊണ്ടുപോയി എന്ന് ഇസ്ലാം വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു നൂഹിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, നൂഹ് നബി പറയണ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടണം. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞൊരു മടക്കത്തിന് നിങ്ങൾ തയ്യാറാകണം. ഇന്നഹു കാന ഗഫാറ, നിശ്ചയം നിങ്ങളുടെ റബ്ബ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ആകാശത്തിന് നിങ്ങൾക്ക് അവൻ ചൊരിഞ്ഞു തരുമെന്നാണ്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സ്വത്തുക്കളിലും നിങ്ങളുടെ സന്താനങ്ങളിലും അല്ലാഹു നിങ്ങൾക്ക് പോഷണം നൽകുമെന്നാണ്. ധാരാളമായി സമ്പത്ത് നൽകും, മക്കളെ നൽകും, അനുഗ്രഹമായി അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, മാത്രമല്ല നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടണമെന്നാണ്. അങ്ങനെ ഒരു വിശ്വാസിയാകാൻ നമുക്ക് കഴിയണം.
നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറ്റങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റു പറയാൻ കഴിയണം. പാപമുക്തനായി മരണപ്പെടുന്ന സമയത്ത്, അതെപ്പോഴാ നമുക്കറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. എവിടെ വെച്ച്, എങ്ങനെ, ഏത് രൂപത്തിൽ മരണപ്പെടുമെന്ന് നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ഏത് നിമിഷവും മരണം വന്നെത്തുമെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ കഴിയണം. ദുനിയാവ് 3 ദിവസമാണ്. അമ്മ അംസി ഖദ് മള, ഒന്ന് ഇന്നലെയായിരുന്നു, അത് കഴിഞ്ഞുപോയി. ഇന്നലെ കുറച്ചും കൂടി ഖുർആനോദേനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. ഖദ് മള വഅമ്മ ഗദൻ ഫലഅല്ലകു ലാ തുദ്രികൂ, നാളെയാണ് 2ാമത്തെ ദിവസം. അതപ്പോൾ എന്ത് ചെയ്യും, എവിടെയായിരിക്കും? ചിലപ്പോൾ നമ്മൾ വെന്റിലേറ്ററിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഖബറിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ രോഗിയായിരിക്കും, ചിലപ്പോൾ ആരോഗ്യമുള്ള അവസ്ഥയിലായിരിക്കും. എന്താന്ന് പറയാൻ പറ്റൂല. ഫൽയൗം, ഇന്ന്, ലക്, നിനക്കുള്ളതാണ്, എനിക്കുള്ളതാണ്, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ഈ ജീവിക്കുന്ന നിമിഷങ്ങളെ ഫഅമൽ ഫീ, നന്മകളായ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴേ, തൗബ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. ആ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, അത് പൂർണ്ണമായും ഒഴിവാക്കണം, ജീവിതത്തിൽ നിന്ന് വേരോടെ പറിച്ചു കളയണമെന്നാണ്. ചെയ്ത തെറ്റിൽ ദുഃഖമുണ്ടാകണം. വെറുതെ പടച്ചോനെ പുറത്തു കൊണ്ട, പടച്ചോനെ എന്റെ പാപങ്ങളൊക്കെ പുറത്തന്നെ. ചെയ്ത തെറ്റുകളിൽ, അബദ്ധങ്ങളിൽ, വീഴ്ചകളിൽ ദുഃഖത്തോടെയായിരിക്കണം റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടത്. 3ാമത് ഇസ്ലാം പഠിപ്പിച്ചത് ഒരിക്കലും അത്തരം തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് ഇനി ഞാൻ മടങ്ങൂല, പോകൂല, ഇനി എന്റെ ജീവിതത്തിൽ അത്തരം അബദ്ധങ്ങൾ സംഭവിക്കൂല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കണം. 4ാമത്തത് കുറെ ആളുകളെ ചിലപ്പോൾ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും, കുറെ ആളുകളെ അപമാനിച്ചിട്ടുണ്ടാകും, കുറെ ആളുകളുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുണ്ടാകും, കുറെ ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഭാര്യയാകാം, മക്കളെയാകാം, മാതാപിതാക്കളെയാകാം, അയൽവാസികളെയാകാം, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോടാകാം, തന്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടാകാം. ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മേഖലയിലുള്ള എല്ലാ മനുഷ്യരോടും ചിലപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ രീതികളിൽ, ഇടപാടുകളിലൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. അത് വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരു മടി കാണിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അയാൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ അള്ളാഹ് പുറത്തരൂലാണ്. അതുകൊണ്ട് ചെറിയ നിസ്സാരമാണെങ്കിലും, ചിലപ്പോൾ നമുക്ക് വാശിയുണ്ടല്ലോ, ഇങ്ങോട്ട് വരട്ടെ എന്നാലേ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ എന്നുള്ളത്. ആ വാശിയും വൈരാഗ്യമൊന്നും വേണ്ട, വിട്ടുവീഴ്ച ചെയ്യുക. അത് വിശ്വാസിയുടെ ഗുണമാണ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഉത്തമ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മാപ്പ് കൊടുക്കാൻ കഴിയണം. ചെയ്ത തെറ്റുകളൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാകുള്ളൂ. ചിലപ്പോൾ അമ്മാനോട് പറഞ്ഞതായിരിക്കാം, ബാപ്പാനോട് പറഞ്ഞതായിരിക്കണം, പറഞ്ഞ് പൊരുത്തപ്പെടാൻ കഴിയണം. ഒരാളോടും ദേഷ്യം വെച്ച് ജീവിക്കരുത്, ഒരാളോടും വെറുപ്പ് കൊണ്ട് ജീവിക്കരുത്, ഒരാളെയും മനസ്സിൽ പ്രയാസപ്പെടുത്തി അപമാനിച്ച് അവഹേളിച്ച് അതിൽ ആനന്ദം കണ്ടെത്തരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിനോട് ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് റബ്ബിനോട് തൗബ ചെയ്താൽ യുർസിലി സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു സമൃദ്ധമായി മഴ നൽകും. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലുമൊക്കെ അള്ളാഹു വർധനവ് നൽകുമെന്നാണ്, അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് ലഭിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലെ 2 കച്ചവടക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ട വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതവും ഖബർ ജീവിതവും സന്തോഷത്തിലാക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ചെയ്ത എല്ലാ ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങൾ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും റബ്ബിൽ വരമേൽപ്പിക്കാനും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാനുമുള്ള ഈമാനികമായ മനസ്സ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين والمجاهدين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.